പിടിയും കോഴിക്കറി ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കിയാലോ? നിങ്ങൾക്കറിയായിരിക്കും, എന്നാലും ഞാൻ പറയും. പത്തിരിപ്പൊടിയിലേക്ക് ആവശ്യത്തിന് ഉപ്പ്, ജീരകം, തേങ്ങ എന്നിവ ഇട്ടിട്ട് മിക്സ് ചെയ്യാം. ഇതിലേക്ക് തിളപ്പിച്ച വെള്ളം ഒഴിച്ച് മിക്സ് ചെയ്യാം. പത്തിരിയുടെയൊക്കെ ഒരു കൺസിസ്റ്റൻസിയിൽ കുഴച്ചെടുക്കാം. ഇനി ഈ കുഴച്ച മാവ് ചെറിയ ചെറിയ ബോളുകളാക്കിയിട്ട് ഉരുട്ടിയെടുക്കാം. അത്യാവശ്യം വലിയൊരു പാത്രത്തിൽ വെള്ളം തിളപ്പിക്കാൻ വെക്കുക. അതിലേക്ക് 1 സ്പൂൺ എണ്ണ ഒഴിക്കുക. എന്നിട്ട് ഈ ബോൾസ് അതിലേക്ക് ഇട്ട് കൊടുക്കുക. ഇനി ഇത് തിളച്ച് വരുന്നവരെ അടച്ച് വെച്ച് വേവിക്കുക. 10-15 മിനിറ്റിനുള്ളിൽ ബോൾസ് എല്ലാം വെന്തിട്ടുണ്ടാവും. അപ്പോൾ ഇതിലേക്ക് നമ്മൾ നേരത്തെ ഉണ്ടാക്കിയ അരിപ്പൊടിയുടെ മാവ് കലക്കി ഒഴിക്കാം. ഇനി ഇത് നല്ലോണം ഒന്ന് തിളച്ച് കുറുകി വരുമ്പോൾ നമുക്കിത് ഓഫ് ചെയ്യാം. ഇനി ചിക്കൻ കറി പാൻ വെക്കുക. ചൂടാവുമ്പോൾ ഓയിൽ ഒഴിക്കുക, ഉള്ളി ഇടുക, അത് വാട്ടുക. കളറ് മാറുമ്പോൾ ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് പേസ്റ്റ് ഇടുക. ബ്രൗൺ കളറായി കഴിഞ്ഞാൽ മസാലപ്പൊടികളെല്ലാം ചേർക്കുക. അതിലേക്ക് തക്കാളി ഇടാം. എന്നിട്ട് തക്കാളി ഒന്ന് വെന്ത് കഴിയുമ്പോൾ കുറച്ച് വെള്ളം ഒഴിച്ച് ആ ഗ്രേവി ഒന്നും കൂടെ തിക്കാക്കി എടുക്കാം. ഇനി ഈ മസാലയൊക്കെ ഇട്ട് വെച്ച ചിക്കൻ അതിലേക്ക് ഇടുക, കുറച്ച് ഉപ്പിടുക, അടച്ച് വെക്കുക, വേവിക്കുക. അപ്പോൾ നമ്മുടെ പിടിയും ചിക്കൻ കറിയും റെഡി.